അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെയാണ്. ഇന്നാണ് നമ്മൾ ഗുരുവായൂരേക്ക് പോകുന്നത്. രാവിലെ എഴുന്നേറ്റു, മോളെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. പിന്നെ ചെറിയ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഒരുക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. അച്ഛനും അമ്മയും ഇവിടെ എൻ്റെ വീട്ടിൽ വന്നോളൂ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇട്ടു. ഇനിയൊന്ന് മുടി കെട്ടണം, ചെറിയൊരു മേക്കപ്പും കൂടി ചെയ്യണം, അത്രയേ ഉള്ളൂ. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു ഐലൈനർ ഇടണം, ഒരു ലിപ് ബാമും ഇടണം, അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ മാമാതിൻ്റെ ബീറ്റ്റൂട്ട് ലിപ് ബാമും മെബിലിൻ്റെ ഐലൈനറുമാണ് ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ ഇട്ടു. പിന്നെ മുടിയൊക്കെ ഒതുക്കി വെച്ചു, കമ്മലിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു വാച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മോളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അവളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾ സെറ്റ് ഗുരുവായൂരാണ്. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഈ ബാഗ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ ഒരു ബാഗ്. ഓക്കെ, അങ്ങനെ 2 ബാഗാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ നമുക്കൊരാളോട് യാത്ര പറയാം. യാത്ര പറയല്ല, നമുക്ക് കാണാം അല്ലേ, വന്നിട്ട് കാണാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത് അല്ലേ. സോ അങ്ങനെ ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ 2 തിരി ഇട്ടിട്ടൊക്കെയാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 5 തിരി ഇട്ട് നമ്മളൊരു യാത്ര പോകുമല്ലേ. അപ്പോൾ യാത്രയിൽ ദൈവം ഒരു ഭംഗവും വരുത്താതെ നമ്മൾ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ നോക്കിയേ, തലശ്ശേരി ഇപ്പോൾ പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞില്ല, തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷനല്ല, എത്രയോ മാറ്റം വന്നു കേട്ടോ. ഇപ്പോൾ നോക്കി ഇങ്ങനെ ഒരു കവാടോ, എയർപോർട്ടിലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ ഒരു കവാടവും എന്തൊരു വൃത്തിയാണല്ലേ. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്കൊരു അറപ്പായിരിക്കും അല്ലേ പക്ഷേ ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ നല്ല ക്ലീനാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം ട്രാക്കായാലും പ്ലാറ്റ്ഫോംസ് ആയിക്കഴിഞ്ഞാലും ഈ എൻട്രികളും എക്സിറ്റ് എല്ലാം നല്ല നീറ്റാണ്. അപ്പോൾ ഐ തിങ്ക് ഇതൊരു അമൃത് ഭാരതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷൻസൊക്കെ ഇത്ര ഡെവലപ്പ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ആര് ഭരിച്ചാലും നമുക്കെന്താ വികസനവും ഇങ്ങനെ നമ്മളെ നാട് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മതി അല്ലേ, വേറെ ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലാണുള്ളത്. മോക്കൊരു ഹാഫ് ടിക്കറ്റ് എടുക്കണമായിരുന്നു, അപ്പോൾ അതെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ കോച്ച് പൊസിഷനിലേക്ക് പോവുകയാണ് കേട്ടോ. S4 നമുക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യം നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 2 പോകണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നോക്കിയേ, റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. അപ്പോൾ അതാണ് ഇത്രയും ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരൊക്കെ പോകാനുള്ള ട്രെയിനാണത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു റഷ് കാണുന്നത്. അപ്പോൾ എല്ലാം ട്രാക്കൊക്കെ നോക്കിയാൽ എന്തൊരു നീറ്റാണെന്ന് നോക്കിയാൽ അല്ലേ. നമുക്ക് നടന്നു പോകുമ്പോൾ എപ്പോഴും എല്ലാം ഇങ്ങനത്തെ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ക്ലീനിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പുതിയ മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. അത് അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തി കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ ഉണ്ട് അവിടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ പോകണം. ലിഫ്റ്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് സോളാർ പാനൽ കണ്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോൾ അവർ കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ശരിക്കും നീറ്റ്നെസ്, ഇത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പാർക്കിംഗ് ഏരിയ, പിന്നെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ലതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് കണ്ടോ, ഇത് വേറൊരു മെഷീൻസ് യൂസ് ചെയ്തിട്ട് അത് ഈ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടിന്യൂസ്ലി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പൊസിഷന് കറക്റ്റായിട്ട് എത്തി, അവിടെ ഇരുന്നു, ബാഗൊക്കെ വെച്ചു. അമ്മ ബാഗൊക്കെ എണ്ണി നോക്കുവാണ് കേട്ടോ, എത്ര ബാഗ് ഉണ്ട് എന്നൊക്കെ എണ്ണി നോക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു വൈബായിരുന്നു. അമ്മ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറിയാതെ പോലെ ഇരിക്കുന്നത് കേട്ടോ. ഞാനും എൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് സ്വയം. ഓക്കെ, അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയാണ് അല്ലേ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ട്രെയിന് അല്ലെ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ യാത്രകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി ആയിരിക്കണം ദൈവം ചിലപ്പോൾ എനിക്ക് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിൻ. ഈ ഒരു വൈബ്, ഈ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്താ അറിയില്ല. സോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നില്ല, പക്ഷേ നമ്മളെ ഒന്ന് കറക്റ്റ് സീറ്റിലൊക്കെ അക്കോർഡിംഗ് ആയിട്ട് ഇരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് മോളോട്. അങ്ങനെ നമ്മൾ ട്രെയിന് വന്നു കേട്ടോ. ട്രെയിൻ ഇങ്ങനെ വന്നു. ട്രെയിൻ വരാനായപ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് വരാതെ കൊണ്ട്. അപ്പോൾ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ്
ഞാൻ എന്ത് ചെയ്യുന്നു, ട്രെയിന് വിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ. ഇത് ഗുരുവായൂർ ഞാൻ കഴിഞ്ഞ ഏകാദശിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഭയങ്കര തിരക്കായിരുന്നു, എനിക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലൊക്കെ പ്രാർത്ഥന ഒന്ന് ദൈവത്തിനെ നന്നായിട്ട് കാണാൻ പറ്റണേന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മളെ റെയിൽവേ ട്രാക്സും അധികം ഗ്രാമങ്ങളിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ശരിക്കും ഗ്രാമത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ കാണണമെങ്കിൽ നമുക്ക് ട്രെയിൻ യാത്ര കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ മയ്യഴി എത്തി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരത്തെ തിരക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഏകാദശിക്ക് പോയിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇടവേളകൾ ആനന്ദമാക്കാൻ അമ്മ നമുക്ക് ബന്ന് തന്നു, ക്രീം ബന്നാണ്. അപ്പോൾ ഞാനത് വേഗം കഴിച്ചു. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, എന്നാലും കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ക്രീം ബന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു രസം. ഇവളെപ്പോഴാമോ ഇങ്ങോട്ടേക്ക് കയറി പോയത് ഞാൻ കണ്ടില്ല കേട്ടോ, അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഗുരുവായൂർ ഭയങ്കര തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. ക്യൂ ഒക്കെ ഒരുപാട് സമയം ക്യൂ നിന്നാലാണ് കാണാൻ പറ്റും. പക്ഷേ ഏകാദശിക്ക് ഞാൻ പൊതുവേ ക്യൂ നിന്നിട്ട് തന്നെയാണ് കയറാറ്, എനിക്ക് അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ അന്ന് ഏകാദശി ക്യൂ തുടങ്ങുന്നത് കിഴക്കേ നടയിൽ വെച്ചിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ അന്ന് കാണാതെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് വന്നതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് എൻ്റെ ഭഗവാനെ ഒന്ന് കാണാൻ കഴിയണേന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്താറായി, പക്ഷെ എത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛന് എല്ലാത്തിനും കുറച്ച് ഫാസ്റ്റാണ്, വെപ്രാളക്കാരനാണ്. അത് ഒരു മാറ്റവും ഇല്ലാതെ എനിക്ക് കൈമാറി തന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തുള്ളി ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം ആണ് എത്തിയിട്ടുള്ളത് കേട്ടോ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. എല്ലാ സ്റ്റേഷനും അല്ലേ, ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റേഷനുകളല്ലേ, എന്നിട്ടും എന്തോ നീറ്റാണെന്ന് നോക്കിയല്ലേ. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം എത്തി. നമ്മൾ കുറ്റിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ഗുരുവായൂർ ബസ്സിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ നാഷണൽ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ. അപ്പോൾ 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബസ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മീൽസാണ് ശരിക്കും, ചോറ്, സാമ്പാർ, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ പായസം അടക്കം ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഗുരുവായൂർ ബസ്സിലേക്ക് പോവാം. അപ്പോൾ അത് ഇപ്പോൾ 12:45 ആയി നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ 1:20 അപ്പോൾ അത്രയല്ലേ വെയിറ്റ് ചെയ്യണ്ടു. അതർവൈസ് നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് കുന്നംകുളം ബസ് ഇഷ്ടം പോലെയുണ്ട്, കുന്നംകുളത്തേക്ക് പോവുക, അവിടുന്ന് ഗുരുവായൂർ ബസ് എടുക്കുക. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. മോളൊക്കെ ഉള്ളതല്ലേ, 2 പ്രാവശ്യം ബസ് കയറി ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഒറ്റ ട്രിപ്പിൽ അങ്ങ് എത്താമല്ലോ. അപ്പോൾ ബസ്സിലിങ്ങനെ നമ്മൾ കയറി സീറ്റ് കിട്ടി ഭാഗ്യത്തിന്. അപ്പോൾ ലഗേജൊക്കെ താഴെ വെച്ചു. മോളപ്പം തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 3 മണിയൊക്കെ ആയപ്പം ഇവിടെ എത്തി, നമ്മൾ ഗുരുവായൂരെത്തി. ഇത് പാഞ്ചജന്യ ഹോട്ടലിൻ്റെ റിസപ്ഷനാണ്. പാഞ്ചജന്യത്തിൻ്റെ പുതിയ ബിൽഡിങ്ങിലാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു. പെയിൻറ്റിൻ്റെ മണം വരെ പോയിട്ടില്ല, അത്രയും വൃത്തിയാണ് കേട്ടോ. പിന്നെ 500 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം കുളിച്ചു മാറ്റി നമ്മൾ എന്ത് ചെയ്തു, ഗുരുവായൂരേക്ക് പുറപ്പെട്ടു. അവളിങ്ങനെ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴുവായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ എത്തി ക്യൂ നിന്നപ്പോൾ അവളെ കോലം മാറി കേട്ടോ. വിശന്നിട്ട് കരഞ്ഞ് നമ്മളെ മൊത്തം പാനിക്കാക്കി, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഗുരുവായൂരേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇത് ഗുരുവൻ്റെ, നമ്മൾ പാഞ്ചജന്യം ഗുരുവൻ്റെ തൊട്ടടുത്താട്ടോ. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്രൈഡ് റൈസും മോള് മസാല ദോശയും ഗോബി മഞ്ചൂരിയും ഒക്കെ ഓർഡർ ചെയ്തു. അത് ഇവിടുന്ന് പാഞ്ചജന്യത്തിൻ്റെ താഴെ പഴയിടത്തു നിന്നായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റാണ് അവിടെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും എത്തി ഷോപ്പിങ്ങിനും. പിന്നെ നമുക്ക് ശീവേലി കാണണമായിരുന്നു. അപ്പോൾ അങ്ങനെ ശീവേലിയൊക്കെ കണ്ട് നിർവൃതി അണഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണിത്. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഒരുങ്ങി. ഇന്ന് ക്യൂ നിൽക്കുന്നില്ല, ഭഗവാനെ പുറത്തുനിന്ന് കണ്ട് തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭഗവാനെ തൊഴുത ശേഷം പിന്നെ നമ്മുടെ പ്ലാനിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പഴയിടത്തിൽ പോവില്ല, അവിടെ കിഴക്കേ നടയുടെ അവിടെ നമുക്ക് കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ഇട്ടു. അതിനിടയ്ക്ക് കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഇനി ലിപ്സ്റ്റിക്കൊക്കെ പോവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവരും മസാല ദോശയായിരുന്നു വാങ്ങിച്ചത് കേട്ടോ. മസാല ദോശ എനിക്ക് ഫീൽ ചെയ്തത് ഇച്ചിരി പുളി അധികമായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് കിഴക്കേ നട തന്നെ ഓട്ടോ പിടിച്ച് ആനക്കോട്ടയിലേക്ക് പോയി കേട്ടോ. വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആനക്കോട്ടയിൽ എന്ന് വെച്ചാൽ ഒരുപാട് ആനകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല, ഇപ്പോൾ ശിവേലിക്കൊക്കെ ഇന്നലെ ഒരുപാട് 3 ആനകളുണ്ടായിരുന്നു, നല്ല നെറ്റിപ്പട്ടൊക്കെ വെച്ച് ഭഗവാന്റെ തിടമ്പെടുത്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മമ്മിയൂർക്കും പോയി കേട്ടോ.